കാസർഗോഡ് കുഡ്ലുലുവിൽ LDF പൊതുയോഗത്തിന് നേരെ BJP ആക്രമണം. സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പ്രസംഗിച്ച് കഴിഞ്ഞയുടനെയാണ് ആക്രമണം. 2 BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി സണ്ണി ചേരുന്നു. സണ്ണി, എപ്പോഴായിരുന്നു സംഭവം? ആരൊക്കെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്ന് വൈകുന്നേരം കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു ലോക്സഭാ സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ പര്യടന പരിപാടി. വൈകുന്നേരം 5 മണിയോട് കൂടിയായിരുന്നു കാസർഗോഡ് മധൂർ ഗ്രാമപഞ്ചായത്തിലെ കാസർഗോഡ് നഗര മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ്. BJP അധികാരത്തിലുള്ള BJPക്ക് സ്വാധീനമുള്ള ഗണ്യമായ സ്വാധീനമുള്ള ഒരു മേഖലയാണ് കൂട്ലു എന്ന് പറയുന്നത്. മധൂർ പഞ്ചായത്തിലെ ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ LDFന്റെ പൊതുയോഗം നടത്തുന്നത് തന്നെ സ്വീകരണം നൽകുന്നതിന് രാവിലെ മുതൽ തന്നെ BJPക്കാർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവിടെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. സ്ഥാനാർത്ഥി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സ്ഥാനാർത്ഥി തൊട്ടടുത്ത സ്ഥലത്തേക്ക് സതീഷ് ചന്ദ്രനും അദ്ദേഹത്തോടൊപ്പം LDF നേതാക്കളും പ്രവർത്തകരും നീങ്ങിയ ഉടനെയായിരുന്നു തദ്ദേശവാസികളായ സ്വീകരണത്തിനെത്തിയ CPIM LDF പ്രവർത്തകർക്ക് നേരെ പൊടുന്നനെ BJP പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത്. നിരവധി പേർക്ക് മർദ്ദനമേറ്റു. ഇവരെല്ലാം ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവ സ്ഥലത്തുനിന്ന് 2 BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ പേരിൽ തുടർ നടപടി സ്വീകരിച്ചു വരുന്നുള്ളൂ. പേര് വിവരം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ അവിടെ സംഘർഷാവസ്ഥയൊന്നുമില്ല. കൂടുതൽ പോലീസിനെ ശ്രദ്ധ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ബോധപൂർവമായി കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് LDF നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ശരി സണ്ണി. നോട്ട് അസാധുവാക്കലിന് ശേഷം ഗുജറാത്തിലെ BJP നേതാക്കൾ പഴയ നോട്ടുകൾ മാറ്റി പുതിയ നോട്ടുകൾ നൽകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഒന്നിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് BJP നേതാക്കളുടെ ഇടപാട് ദൃശ്യങ്ങൾ പുറം ലോകത്തെത്തിയത്. മോദി സർക്കാർ നടപ്പിലാക്കിയ നോട്ട് അസാധുവാക്കൽ വലിയ കുംഭകോണമാണെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഗുജറാത്തിലെ BJP നേതാക്കൾ പുതിയ നോട്ടുകൾ വെച്ച് ഇടപാട് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. BJP ഓഫീസിൽ വൻതോതിൽ പുതിയ നോട്ടുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പഴയ നോട്ടുകൾ മാറ്റി നൽകുന്നത് ബാങ്കുകൾ നിർത്തിയതിനു ശേഷമാണ് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് കൈമാറ്റം നടത്തിയെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. നോട്ട് അസാധുവാക്കൽ ഉന്നത നേതാക്കൾക്ക് ധനസമ്പാദനത്തിനുള്ള വഴിയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ആരോപിച്ചു. കാവൽക്കാരനും കള്ളനും ഇന്ത്യയിൽ ഒരാളാണെന്നും ഈ രാജ്യത്തിന്റെ മിത്രമെന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ശത്രുവെന്നും കപിൽ സിബൽ വ്യക്തമാക്കി. ये तो रिजर्व बैंक ऑफ इंडिया का पैसा है जो चोरी हो रहा है. चोर कौन है और चौकीदार कौन है, ये देश के सामने सवाल उठता है ना. अब देश को तय करना पड़ेगा कि चोर कौन है और चौकीदार कौन है और देशभक्त कौन है और देशद्रोही कौन है. 2019 അധികാരത്തിൽ വന്നാൽ ഒളിക്യാമറ ദൃശ്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും കപിൽ സിബൽ പറഞ്ഞു. വെബ് പോർട്ടിൽ നിന്നെടുത്ത ദൃശ്യങ്ങളാണ് പ്രതിപക്ഷ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത്. കപിൽ സിബലിനെ കൂടാതെ പത്രസമ്മേളനത്തിൽ രൺദീപ് സിംഗ് സുർജേവാല, അഹമ്മദ് പട്ടേൽ, ഗുലാം നബി ആസാദ്, മല്ലികാർജുൻ ഖാർഗെ, RJD നേതാവ് മനോജ് ഝാ, ശരത് യാദവ് എന്നിവരും പങ്കെടുത്തു. 31 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJPയിൽ പൊട്ടിത്തെറി. സീറ്റ് നിഷേധിച്ചതിനെതിരെ BJP സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയും രംഗത്ത്. പാർട്ടിയെ കുറ്റപ്പെടുത്തി മുരളി മനോഹർ ജോഷി കാൺപൂർ മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് എഴുതിയ കത്ത് പുറത്തായി. മുതിർന്ന നേതാക്കൾക്കെതിരായ മോദി അമിത്ഷാ നീക്കത്തിൽ RSS തലവൻ മോഹൻ ഭഗത്തിനും അമർഷമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. BJPയും MPയും ചലച്ചിത്ര താരവുമായ ശത്രുഘ്നൻ സിൻഹ ഈ ആഴ്ച കോൺഗ്രസിൽ ചേരും. BJPയിൽ കലാപക്കൊടി ഉയരുന്നു. മോദി അമിത്ഷാ പ്രമാദിത്വത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. മുരളി മനോഹർ ജോഷിയുടെ മണ്ഡലമായ വാരണാസി 2014 മത്സരിക്കാനായി കൈയടക്കിയ മോദി പകരം നൽകിയ കാൺപൂർ സീറ്റ് ഇത്തവണ മുരളി മനോഹർ ജോഷിക്ക് നൽകുന്നില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി രാംലാൽ മത്സരരംഗത്തുനിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടതായി വ്യക്തമാക്കി കാൺപൂരിലെ പ്രവർത്തകർക്ക് ജോഷി എഴുതിയ കുറിപ്പ് പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നും പിന്മാറുന്നതായി സ്വയം പ്രഖ്യാപിക്കാൻ മുരളി മനോഹർ ജോഷിയോട് ദൂതന്മാർ മുഖേന മോദിയും അമിത്ഷയും ആവശ്യപ്പെട്ടെങ്കിലും നേരിട്ട് സംസാരിക്കാത്തതിനാൽ മുരളി മനോഹർ ജോഷി ദൂതന്മാരോട് പൊട്ടിത്തെറിച്ചു. എന്തുകൊണ്ട് എന്നോട് നേരിട്ട് സംസാരിക്കാൻ അവർ ഭയപ്പെടുന്നുവെന്നായിരുന്നു ജോഷിയുടെ ചോദ്യം. LK അദ്വാനിയോടും വിരമിക്കൽ പ്രഖ്യാപിക്കാൻ സമീപിച്ചെങ്കിലും ഉത്തരവാദിത്വപ്പെട്ടവർ സംസാരിക്കട്ടെ എന്ന് അദ്ദേഹവും ആവശ്യപ്പെട്ടു. എന്നാൽ ആരും സംസാരിച്ചില്ല. സീറ്റില്ല എന്ന കാര്യം പ്രഖ്യാപനത്തിലൂടെ മാത്രമാണ് അദ്വാനി അറിഞ്ഞത്. സ്ഥാപക നേതാക്കളെ അവഗണിച്ചതിൽ RSS തലവൻ മോഹൻ ഭഗവതിനും അമർഷമുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
അതേസമയം പട്ന സാഹിബിലെ BJP സിറ്റിംഗ് എംപിയും ചലച്ചിത്ര താരവുമായ ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേരുമെന്ന് ബീഹാർ കോൺഗ്രസ് പ്രചാരണ സമിതി ചെയർമാൻ അഖിലേഷ് പ്രസാദ് സിംഗ് പ്രഖ്യാപിച്ചു. BJPയിലെ മോദി വിമർശകനായ ശത്രുഘ്നൻ സിൻഹയ്ക്ക് ഇത്തവണ BJP സീറ്റ് നൽകിയിട്ടില്ല. പകരം രവിശങ്കർ പ്രസാദിനെയാണ് പട്ന സാഹിബിൽ മത്സരിപ്പിക്കുന്നത്. 28-29 തീയതികളിൽ ദില്ലിയിലെത്തുന്ന ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസ് നേതാക്കളെ കണ്ട് അംഗത്വം സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട്ടിലെ BDJS സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം പിന്നീടെന്ന് തുഷാർ വെള്ളാപ്പള്ളി. രാഹുൽ ഗാന്ധി വന്നാൽ BJPയുമായി സീറ്റ് വെച്ചുമാറുമെന്ന് തുഷാർ. ആലത്തൂരിൽ TV ബാബു, ഇടുക്കിയിൽ ബിജു കൃഷ്ണൻ, മാവേലിക്കരയിൽ തഴവ സഹദേവൻ എന്നിവർ മത്സരിക്കും. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിലോ വയനാട്ടിലോ മത്സരിക്കും. 2 ദിവസത്തിനകം അന്തിമ തീരുമാനമുണ്ടാകും. രാഹുൽ മത്സരിക്കാനെത്തുകയാണെങ്കിൽ വയനാട് സീറ്റ് BJPക്ക് വിട്ടു നൽകുന്നതും പരിഗണിക്കും. BJP കേന്ദ്ര നേതൃത്വം BDJSന് സ്ഥാനങ്ങൾ നൽകുന്നതിൽ വ്യക്തമായ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും തുഷാർ പറഞ്ഞു. അതുപോലെ തന്നെ വയനാടുമുണ്ട്. അത് വരുന്ന നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിനെക്കുറിച്ച് ഒരു BDJSന്റെ സംസ്ഥാന കൗൺസിൽ കൂടിയ ശേഷം തീരുമാനമെടുത്ത് ഡിക്ലെയർ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് സ്ഥാനാർത്ഥി വരണമെന്നുള്ളത് ഇപ്പം BDJS ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് മാത്രം ഒരു കാര്യമല്ലല്ലോ. അത് തീർച്ചയായും NDAയിൽ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് കൂടിയാലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതിനുവേണ്ടിയാണ് അത് സ്വല്പമായി നിൽക്കുന്നത്. ബോർഡ്, കോർപ്പറേഷൻ പദവികളും കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ പദവിയുമാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ സ്ഥാനങ്ങൾ നൽകാതിരുന്ന പശ്ചാത്തലത്തിലാണ് കൃത്യമായ ഉറപ്പ് ഇത്തവണ വാങ്ങിയത്. രാഹുലിന് വടക്കേ ഇന്ത്യ ഭദ്രമല്ലാത്തതിനാലാണ് സുരക്ഷിത മണ്ഡലം തേടി കേരളത്തിലെത്തിയതെന്നും തുഷാർ പറഞ്ഞു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. NDA സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വൈകിയത് ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായെന്ന NDA സംസ്ഥാന നേതൃയോഗത്തിൽ വിലയിരുത്തൽ. തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ മുന്നണിക്കുള്ളിൽ ആശങ്ക തുടരുന്ന സാഹചര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. NDA സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വൈകിയത് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ് തിരുവല്ലയിൽ നടന്ന NDA സംസ്ഥാന നേതൃയോഗത്തിൽ ഉയർന്നുകേട്ടത്. ഈ സാഹചര്യത്തിൽ കൺവെൻഷനുകൾ ചേർന്ന് 2ാം ഘട്ടത്തിൽ ചുവടുറപ്പിക്കാനുള്ള പരിപാടികളും യോഗം ചർച്ച ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും മറ്റ് ഘടകകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. NDA മുന്നണി വിപുലീകരിക്കാനും തിരുവല്ലയിൽ ചേർന്ന നേതൃയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതേസമയം വയനാട്, തൃശൂർ സീറ്റുകളിൽ അവ്യക്തത തുടരുന്നതും നേതൃയോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഇത് സംബന്ധിച്ച് തുഷാർ വെള്ളാപ്പള്ളിയോട് കൃത്യമായ നിലപാട് വ്യക്തമാക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടതായുള്ള സൂചനകളും പുറത്തുവന്നു. എന്നാൽ മുന്നണി ഒറ്റക്കെട്ടാണെന്നും സീറ്റ് നിർണയത്തിൽ അവ്യക്തതയില്ലെന്നും BJP നേതൃത്വം ഇതിൽ തീരുമാനമെടുക്കുമെന്നുമായിരുന്നു ശ്രീധരൻപിള്ളയുടെ നിലപാട്. BJPയുടെ കേന്ദ്ര നേതൃത്വത്തോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിക്കും. തുഷാർ സംസാരിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് അതിനൊന്നും ഇതെല്ലാം ഒറ്റക്കെട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, വ്യത്യസ്ത പാർട്ടികൾ ഒരേ മനസ്സുമാണ്. NDA സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ വരുന്നത് അത് ഭാരതീയനായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല, ഇന്ത്യക്കാരനായിരിക്കും. ആ ഇന്ത്യക്കാരൻ ഈ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാത്ത, പക്വതയില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് വയനാട്ടിൽ കൊണ്ടുവന്ന് മലയാളിയുടെ അംഗീകാരം നേടാൻ ശ്രമിക്കുമ്പം അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ NDAക്ക് സാധിക്കും. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മുന്നണിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും നേതൃത്വം പറയുന്നത് അനുസരിക്കുമെന്നുമാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്. എൻ്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ട ഞാൻ തന്നെ അല്ലല്ലോ. അത് ഞങ്ങൾ നേരത്തെ കൂടിയാലോചന അനുസരിച്ചാണ് ഈ 3 സ്ഥലങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ബാക്കി ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ സംസ്ഥാന കൗൺസിൽ കൂടിയ ശേഷം തീരുമാനമെടുത്ത് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. 2 ലെവലിൽ സ്ഥലത്ത് ഞാൻ തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്. വയനാട് പരിഗണിക്കുന്നുള്ളല്ലേ, എവിടെയാണ് മത്സരിക്കണം എന്നുള്ള തീരുമാനിക്കേണ്ടത് ഇനിയിപ്പം സംസ്ഥാന കൗൺസിലാണ്. അവർ തീരുമാനിക്കുന്ന അനുസരിച്ച് ആ സീറ്റിൽ മത്സരിക്കും. വയനാട്, തൃശൂർ സീറ്റുകളുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ബീഹാറിൽ BJP നേതാവ് രവിശങ്കർ പ്രസാദിനെതിരെ പ്രതിഷേധം. കരിങ്കൊടി കാട്ടിയും തമ്മിൽ തല്ലിയും പ്രതിഷേധം. RK സിൻഹയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ശത്രുഘ്നൻ സിൻഹയെ വെട്ടി രവിശങ്കർ പ്രസാദിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിനെതിരെയാണ് പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയതായിരുന്നു രവിശങ്കർ പ്രസാദ്. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ ഇരുട്ടിൽ തപ്പുമ്പോഴും രാഹുൽ ഗാന്ധി മൌനത്തിൽ. 2ാം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ നാളേക്കകം രാഹുലിന്റെ തീരുമാനം ഉണ്ടായേക്കും. 2ാം മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ വയനാടും സജീവമായി പരിഗണിക്കും. വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിലും ദേശീയ നേതൃത്വത്തിന് ഉത്തരമില്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ സമ്പൂർണ്ണ അനിശ്ചിതത്വം. ഇത് 4ാം ദിവസം. രാഹുലിന്റെ തീരുമാനം വൈകുന്നതോടെ ഇരുട്ടിൽ തപ്പുകയാണ് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ.
ദക്ഷിണേന്ത്യയിൽ പാർട്ടി അധ്യക്ഷൻ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം പാർട്ടിയിലുണ്ട്. എന്നാൽ രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുന്നതിൽ രാഹുൽ ഇതേവരെ തീരുമാനമെടുത്തിട്ടില്ല. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് രാഹുൽ മത്സരിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിലും ഇതേവരെയായി തീരുമാനമായിട്ടില്ല എന്ന് ദേശീയ വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ആവർത്തിച്ചു. Shri Rahul Gandhi and Congress Party deeply respects the sentiments expressed by leaders, workers and people of these three states. As and when a decision is taken on the same, we will be happy to inform you. വയനാട് രാഹുലിന്റെ തീരുമാനത്തിനായി വൈകിപ്പിക്കുന്നതാണെങ്കിൽ വടകരയിലെ പ്രഖ്യാപനം എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ചോദ്യത്തിന് AICCക്ക് കൃത്യമായ ഉത്തരമില്ല. ബംഗളൂരു സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മോദി സ്ഥാനാർത്ഥിയാകുമോ എന്ന് കാത്തുനിൽക്കുന്നതിനാലാണ് രാഹുൽ തീരുമാനം വൈകിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വാദം. എന്നാൽ അവിടെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഈ വാദത്തിനും നിലനിൽപ്പില്ലാതായി. വയനാട്, വടകര സീറ്റിൽ തീരുമാനം വൈകിക്കുന്നതിൽ കടുത്ത നിരാശയിലാണ് കേരളത്തിലെ നേതാക്കൾ. തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരാത്തതിനാൽ പ്രഖ്യാപനം ഇന്നും ഉണ്ടായേക്കില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ് പ്രതീക്ഷിച്ച കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും കടുത്ത അമർഷത്തിലും നിരാശയിലും. രാഹുൽ ഗാന്ധി തീരുമാനം എടുക്കുന്നതിന് മുൻപ് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ നേതൃത്വത്തിന്റെ നിലപാടിൽ കടുത്ത പ്രതിഷേധമാണ് അണികളിൽ നിന്നുയരുന്നത്. രാഹുൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്ന് 4 ദിവസം പിന്നിട്ടിട്ടും തീരുമാനമാകാത്തത് കോൺഗ്രസിനും UDFനും തിരിച്ചടി കൂടിയായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന മുതിർന്ന നേതാക്കളുടെ പ്രഖ്യാപനത്തെ ഹർഷാരവങ്ങളോടെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ വരവേറ്റത്. എന്നാൽ പ്രഖ്യാപനം നടത്തി 4 നാൾ പിന്നിട്ടിട്ടും ഹൈക്കമാൻഡിന്റെ തീരുമാനം വരാത്തത് ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും മുല്ലപ്പള്ളിയെയുമെല്ലാം വിഷമവൃത്തത്തിലാക്കിയിരിക്കുകയാണ്. രാഹുലിന്റെ വരവ് പ്രതീക്ഷിച്ച പ്രവർത്തകരും ഇപ്പോൾ നിരാശയിലും അമർഷത്തിലുമാണ്. വയനാട്ടിൽ പ്രചാരണം തുടങ്ങിയ T. സിദ്ദിഖ് രാഹുലിനു വേണ്ടി കളമൊഴിഞ്ഞു. പക്ഷേ വരുമെന്ന് പറഞ്ഞ അധ്യക്ഷൻ മാത്രം വന്നില്ല. പ്രഖ്യാപനം നടത്തിയിട്ട് ഒന്നല്ല, ദിവസം 4 കഴിഞ്ഞു. അപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇനി കേവലം 27 ദിവസം മാത്രമാണ് വോട്ടെടുപ്പിന് അവശേഷിക്കുന്നത്. ആർക്കുവേണ്ടി വോട്ട് തേടും എന്ന സംശയത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ. വടകരയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കെ മുരളീധരനെ തന്നെ കളത്തിലിറക്കിയെങ്കിലും ഹൈക്കമാൻഡിൽ നിന്ന് പ്രഖ്യാപനം വരാത്തതിനാൽ മുരളീധരനും മനസ്സുറപ്പിച്ച് വോട്ട് തേടാനാവുന്നില്ല. ഇതിൽ മുരളീധരൻ അസംതൃപ്തിയിലാണ്. നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് ഇതിനെല്ലാം ഇടയാക്കിയതെന്ന വിമർശനമാണ് ഇപ്പോൾ രണ്ടാം നിര നേതാക്കൾക്കും അണികൾക്കുമുള്ളത്. എത്രയും വേഗം തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ വൻ തിരിച്ചടിയാകും ഫലമെന്നും രഹസ്യമായി പല നേതാക്കളും സമ്മതിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആര് മത്സരിച്ചാലും ഇടതുപക്ഷത്തിന് പ്രശ്നമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസിന്റേത് സംഘടനാപരമായ പാപ്പരത്വം. രാഹുൽ എവിടെ മത്സരിച്ചാലും ഇടതുപക്ഷം നേരിടും. കേരളത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി രാഹുലിന് മനസ്സിലാക്കാമെന്നും കോടിയേരി കോഴിക്കോട്ട് പറഞ്ഞു. ഇതെന്താണ് കോൺഗ്രസ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്? അവരുടെ രാഷ്ട്രീയമായ പാപ്പരത്വമല്ലേ? സംഘടനാപരമായ ഏറ്റവും വലിയ പാപ്പരത്വമല്ലേ കോൺഗ്രസ് പെട്ടിരിക്കുന്നത്? ഇങ്ങനെയൊരു അവസ്ഥ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും രാഹുൽ ഗാന്ധിയെ ഇടതുപക്ഷം എതിർക്കും. തോൽപ്പിക്കാൻ കിട്ടുന്ന അവസരം ഇടതുപക്ഷം ഉപയോഗിക്കും. അതുകൊണ്ട് എതിരാളികളുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. NSSനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് NSS അവരുടെ താലൂക്ക് യൂണിയനിൽ ആര് ഭാരവാഹിയാണോ, ഏത് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടണം എന്നുള്ളതൊക്കെ NSSന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാജ്യത്തിന്റെ മുഖ്യ ശത്രുവാണ് മോദി. മോദിക്ക് ഒന്നും അവകാശപ്പെടാനില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വിൽക്കുന്ന കച്ചവടക്കാരൻ മാത്രമാണ് മോദി. അതേസമയം രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന ആവശ്യം ഐകകണ്ഠമാണെന്നും വിഷയം ഗൌരവപൂർവ്വം രാഹുലുമായി സംസാരിച്ചിരുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഉമ്മൻചാണ്ടി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞു എന്നൊക്കെ വെച്ചാൽ സ്ഥാനാർത്ഥിയാണ് എന്നൊന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി CEC അത് കൂടിയ ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക. പക്ഷെ കേരളത്തിലെ കോൺഗ്രസുകാരുടെയും ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും ഒക്കെ തന്നെ എന്തെന്നില്ലാത്തൊരാഗ്രഹമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം. അത് അദ്ദേഹം പറഞ്ഞു എന്നാൽ കവിഞ്ഞിട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയെന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യം എനിക്കില്ല. ഇത് കേരളത്തിലെ കോൺഗ്രസുകാരുടെ മാത്രം ആവശ്യമല്ല, ഞങ്ങളുടെ എല്ലാം തന്നെ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ മുഴുവൻ ഘടകകക്ഷികളുടെ അഭിപ്രായമാണ്. ഈ നാട്ടിനെ സ്നേഹിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ആഗ്രഹമാണ്. ആഗ്രഹം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചതാണ്. ഇതെന്റെ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ കൂട്ടായ ഒരാഗ്രഹവും അഭിലാഷമാണ് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നു. അദ്ദേഹം അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും ആദരവുള്ള നേതാക്കൾ രാജ്യത്തിന്റെ ഭരണതലപ്പത്ത് വരണമെന്ന് KCBC. ജനാധിപത്യ മതേതര കാഴ്ചപ്പാടിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ കത്തോലിക്ക സഭ പിന്തുണയ്ക്കില്ലെന്നും KCBC പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് സർക്കുലറിൽ പറയുന്നു. കത്തോലിക്ക സഭയ്ക്ക് ഏതെങ്കിലും മുന്നണിയോടോ പാർട്ടിയോടോ സ്ഥാനാർത്ഥിയോടോ ആഭിമുഖ്യമില്ലെന്നും KCBC സർക്കുലറിൽ വ്യക്തമാക്കുന്നു.
ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ ഇളക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളും പാർട്ടിയും അധികാരത്തിൽ വരുന്നത് ആപത്താണെന്ന് സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനാപരമായ തുല്യതയും പരിഗണനയും ന്യൂനപക്ഷങ്ങൾക്ക് ആസൂത്രിതമായി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. സഭാംഗങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൽ സഭ ഇടപെടാറില്ല. എന്നാൽ ഭരണഘടനാ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സമഗ്ര പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനും കഴിവുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ സഭ പ്രതിജ്ഞാബദ്ധമാണ്. സഭാംഗങ്ങൾ തങ്ങളുടെ വോട്ടവകാശം ഉത്തരവാദിത്തത്തോടെയും വിവേകത്തോടെയും വിനിയോഗിക്കണം. മതത്തിന്റെ പേരിൽ ഉയർന്നുവരുന്ന എല്ലാ തീവ്രവാദ ഭീകരവാദ നിലപാടുകളെയും വിട്ടുവീഴ്ചയില്ലാതെ ചെറുത്തു തോൽപ്പിക്കുന്നതോടൊപ്പം എല്ലാ മത സാംസ്കാരിക ധാരകളെയും രാഷ്ട്ര പുരോഗതിക്കായി ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകണം. മതം, ഭാഷ, ജാതി, സമ്പത്ത്, ഭക്ഷണരീതി എന്നിവയുടെ പേരിൽ ഒരാളും ശാരീരിക ആക്രമണത്തിന് ഇരയാകേണ്ടി വരരുതെന്നും സർക്കുലറിൽ പറയുന്നു. KCBCക്ക് വേണ്ടി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് സൂസവാക്യം പുറത്തിറക്കിയ ഈ സർക്കുലർ അടുത്ത മാസം 7 കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള മുഴുവൻ പള്ളികളിലും വായിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വർണ്ണവെറി പരാമർശവുമായി കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പ്. വൈദ്യുതി മന്ത്രി MM മണിയെയാണ് നിറം പറഞ്ഞ് പീതാംബരക്കുറുപ്പ് പരിഹസിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് നടന്ന UDF കൺവെൻഷനിലാണ് കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പിന്റെ വർണ്ണവെറി നിറഞ്ഞ പരിഹാസം മന്ത്രിക്കെതിരെ ഉണ്ടായത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും UDF ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അടൂർ പ്രകാശും മറ്റു നേതാക്കളും വേദിയിലിരിക്കുകയായിരുന്നു പീതാംബരക്കുറുപ്പിന്റെ നിറം നോക്കിയുള്ള പരിഹാസം. പക്ഷേ വൈദ്യുതിയുടെ ചാർജുള്ള മന്ത്രി ഉണ്ടല്ലോ, മിനിസ്റ്റർ, ഓണറബിൾ മിനിസ്റ്റർ, മിസ്റ്റർ ബ്ലാക്ക് മണി, ബ്ലാക്ക് മണി. വൈദ്യുതിയുടെ ചാർജുള്ള ദി ഗ്രേറ്റ് ബ്ലാക്ക് മണി, വൈദ്യുതിയുടെ ചാർജുള്ള ദി ഗ്രേറ്റ് ബ്ലാക്ക് മണി. അദ്ദേഹം പറഞ്ഞു, I am the minister issuing this order doubtlessly and do it. ഞാൻ പറഞ്ഞത് പ്ലാനങ്ങ് ചെയ്താൽ മതി, വേറെ സംസാരിക്കണ്ട. രാജ്യത്ത് വർണ്ണവെറിക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ശക്തമായ നിലപാടെടുക്കുമ്പോഴാണ് പീതാംബരക്കുറുപ്പിന്റെ വർണ്ണവെറി പരാമർശം. പീതാംബരക്കുറുപ്പിന്റെ പരിഹാസം കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുന്നുണ്ടോ എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു തത്സമയത്തിൽ. ബാങ്കുകൾ ചെന്നുപെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ, കോർപ്പറേറ്റുകൾ ഉണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാൻ സാധാരണക്കാരന്റെ കയ്യിലുള്ള പണം ബാങ്കുകളിലേക്ക് എത്തിച്ചു. കള്ളപ്പണം പിടിച്ചെടുക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ നിരോധിച്ച നോട്ടിൽ 99% നോട്ടും ബാങ്കുകളിലേക്ക് തിരിച്ചെത്തി. എവിടെ കള്ളപ്പണം? വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം കണ്ടെത്തി ഇന്ത്യയിൽ കൊണ്ടുവരുമെന്നും ആ പണത്തിൽ നിന്ന് ഓരോരുത്തരുടെ ബാങ്ക് നിക്ഷേപത്തിലും 15 ലക്ഷം ഉറുപ്പിക വീതം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കാർ വോട്ട് പിടിച്ചു. 15 ലക്ഷം ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ച് BJP-ക്കാരൻ കുത്തിക്കൊടുത്തു. മോദി വന്നപ്പോൾ പറഞ്ഞു എല്ലാവരും ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ വിചാരിച്ചു ഈ 15 ലക്ഷം തരാനായിരിക്കും, ബാങ്ക് അക്കൗണ്ട് എടുക്കാം. എന്നിട്ട് ആർക്ക് കിട്ടി ഈ 15 ലക്ഷം? കള്ളപ്പണം ഇന്ത്യയിൽ വർദ്ധിച്ചു. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ കള്ളപ്പണക്കാരെ രക്ഷിച്ചു. BJP 5 വർഷം കൊണ്ട് കള്ളപ്പണക്കാർക്ക് രക്ഷപ്പെടാൻ എല്ലാ അവസരവും ഉണ്ടായിക്കൊടുത്തു. സ്വിസ് ബാങ്കിൽ ഇന്ത്യക്കാരുടെ നിക്ഷേപം 5 വർഷം കൊണ്ട് 52% വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണം കള്ളപ്പണക്കാരെ ഏൽപ്പിച്ച ഒരു ഭരണമാണ് BJP-യുടെ ഭരണം. ഈ ഭരണം കൊണ്ട് ഗുണം കിട്ടിയത് ആർക്കാണ്? 119 ശതകോടീശ്വരന്മാർക്ക് BJP ഭരണം കൊണ്ട് ഗുണം കിട്ടി. കഴിഞ്ഞ വർഷം ഈ 119 വ്യക്തികൾക്ക് 22 ലക്ഷം കോടി രൂപ അവർക്ക് വരുമാന വർധനവുണ്ടായി. കോർപ്പറേറ്റുകളുടെ ഭരണത്തെയാണ് ഹിന്ദുത്വം എന്ന് വിളിച്ച് ഹിന്ദുക്കളെ ആവേശം കൊള്ളിക്കാൻ RSSകാർ പ്രചാരവരം ചെയ്യുന്നത്. മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, സ്ത്രീകൾക്കും കുട്ടികൾക്കും തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത രാജ്യമായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുകയാണ്. പശുവിന്റെ പേര് പറഞ്ഞ് ആളെ കൊല്ലുന്നു.
100ഓളം പേരെ നമ്മുടെ രാജ്യത്ത് ഗോഹത്യ എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. പശുവിനെ പേര് പറഞ്ഞ് മനുഷ്യനെ കൊല്ലുന്ന രാജ്യം, അതാണ് BJP ഭരിക്കുന്ന ഇന്ത്യ. ഇതിൽ നിന്ന് എതിർപ്രചാരമല്ല ചെയ്ത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കോൺഗ്രസ് വന്നപ്പോൾ പറയുന്നു ഗോവധം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് നിരോധിച്ചത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് വോട്ട് പിടിക്കുന്നു. എന്നിട്ട് രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ പശുവിനെ കൊന്നു എന്ന് പറഞ്ഞ് ആരുടെ പേരിൽ ദേശരക്ഷാ നിയമം ഉപയോഗിച്ച് കേസെടുക്കുന്നു. എന്തിനാണ് ദേശരക്ഷാ നിയമം? പശുവിനെ കൊന്നാൽ, പശുവിനെ കശാപ്പ് ചെയ്തതിൻ്റെ പേരിൽ, അറവശാലയിൽ കൊണ്ടുപോയി പശുവിനെ കശാപ്പ് ചെയ്താൽ അതിൻ്റെ പേരിൽ ഇന്ന് കേസെടുക്കുന്നു. രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ദേശരക്ഷാ നിയമം ഉപയോഗിക്കുന്നു. പറഞ്ഞ കാരണം ഗോമാതാവല്ല, രാഷ്ട്രമാതയാണ് പശു. അതുകൊണ്ട് രാഷ്ട്രമാതാവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് ദേശരക്ഷാ നിയമം. കശാപ്പ് ചെയ്യുന്നവരുടെ പേരിൽ, അറവശാലകളിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നവരുടെ പേരിൽ ദേശരക്ഷാ നിയമം ഉപയോഗിച്ചുകൊണ്ട് ജയിലിലടക്കുന്ന ഭരണമാണ് കോൺഗ്രസ് നടപ്പാക്കുന്നത്. ഈ രണ്ട് കക്ഷികളും തമ്മിൽ എന്താണ് വ്യത്യാസം? ബാബറി മസ്ജിദ് പൊളിച്ചത് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ്. ഇപ്പോൾ RSS എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രചരിപ്പിക്കുന്നു അവിടെ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കണം. അതെല്ലാ ഇലക്ഷൻ വരുമ്പോഴും RSSന്റെ ഒരു തുരുപ്പിച്ചീട്ടാണ് രാമക്ഷേത്രം. ഇവിടെ രാമക്ഷേത്രം എവിടെയെങ്കിലും നിർമ്മിക്കുന്നതിന് ആരെങ്കിലും എതിരായിരുന്നോ? പക്ഷെ പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം ഉണ്ടാക്കാൻ പാടില്ല. പള്ളി പൊളിച്ച് ക്ഷേത്രം ഉണ്ടാക്കിയാൽ ക്ഷേത്രം പൊളിച്ച് പള്ളി ഉണ്ടാക്കുന്ന അവസ്ഥ വരും. അത് രാജ്യത്ത് കലാപം ഉണ്ടാക്കും. അതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് അത് വിട്ടുകൊടുക്കണം തീരുമാനമെടുക്കാൻ. അപ്പോൾ RSS പറയുന്നു ഞങ്ങൾ പള്ളി പൊളിച്ചത് സുപ്രീം കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടല്ല. LDF റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോഴിക്കോട് ഫറൂഖിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇതുവരെ